ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റോട് കൂടിയുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി നല്ലോണം പഴുത്ത പഴമാണ് എടുക്കേണ്ടത്. ഏത് പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ട് ആദ്യം 6 പഴമാണ് ഞാൻ എടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ചേർക്കാവുന്നതാണ്. അപ്പോൾ 6 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ നല്ലൊരു തവിയോ വെച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയാകും. പഴം നന്നായിട്ട് നമ്മളിതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് അരിപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പൊടിയുടെയൊക്കെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിലാണ് ഞാൻ ഇതിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് ഞാൻ 3-4 ഏലക്ക, 1/2 ടീസ്പൂൺ ചെറുജീരകം കൂടെ പഞ്ചസാരക്കകത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ അതിലേക്ക് നമുക്ക് വലിയൊരു അരമുറി തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നമുക്ക് ഒരുപാട് കട്ടിക്കുമല്ല ഒരുപാട് ലൂസിലുമല്ല കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇച്ചിരി കട്ടിക്കാണ് ഉള്ളത്. അതുകൊണ്ട് 2 പഴം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഴം ചേർത്ത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ അതിലേക്ക് ഞാൻ 1/2 കപ്പ് ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മധുരമുണ്ട്, കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ 1/2 കപ്പ് ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ ഇത് ഈ രീതിയിൽ വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. ഒരുപാട് ലൂസും അല്ല എന്നാൽ അധികം കട്ടിക്കുമല്ലാത്ത ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇതിലേക്ക് മാവൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴത്തിന് പകരം ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ പരുവത്തിലാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ വാഴയില വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു കോൺ രൂപത്തിലൊന്ന് ആക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഓരോ സ്പൂൺ വെച്ച് കോരി ഒഴിച്ച് കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. അതുതന്നെ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇത് വാഴയിലക്കകത്താക്കിയിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അല്ലെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത ശേഷം ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതെല്ലാം ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ 2 ഷേപ്പിലാണ് ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി ഈ ഒരു പഴം വെച്ചിട്ടുള്ളൊരു പലഹാരം അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്കിത് പഴം വെച്ചിട്ടാണെങ്കിലും നേന്ത്രപ്പഴം വെച്ചിട്ടാണെങ്കിലും ചക്ക വെച്ചിട്ടാണെങ്കിലും എന്തുകൊണ്ടും തയ്യാറാക്കാൻ പറ്റുന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണി കിച്ചൂസ് കറി വേൾഡ്. ബൈ.